ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ റിബൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതുപോലും അറിയാത്ത കുറേ ആളുകളുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ ക്ലിപ്പ്, ബീഡ്സ്, റിബൺ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക, എങ്ങനെയൊക്കെയാണ് റേറ്റ്, അതിൻ്റെ ഒരു കാര്യം ഒരു ABCD പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ്, അതുപോലെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാം. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, എത്ര രൂപയായി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു റിബണാണ് വേണ്ടത്. ഗോൾഡൻ കളറിലുള്ള റിബണാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത വേണ്ടത് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ബീഡ്സ് ആണ് കേട്ടോ. ഗോൾഡൻ കളർ തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗമ്മാണ്. B7000ൻ്റെ ഗമ്മാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് ഈ ഒരു സൂചിയും നൂലുമാണ്. ഇനി നമ്മൾ ഈ ഒരു റിബണിൻ്റെ സൈഡ് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റിബൺ ഇങ്ങനെ പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് റിബണിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു റിബൺ 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമ്മളതിൽ ഒരു റിബൺ ഇതുപോലെ എടുത്തിട്ട് നടുക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. രണ്ട് സൈഡും നടുക്കിലോട്ട് അങ്ങ് മടക്കി കൊടുത്തതിന് ശേഷം ഒരു സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നടുക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആ ഒരു നൂല് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേ നമ്മളുടെ റിബണിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് റെഡി ആക്കണം. അതിനായിട്ട് രണ്ടാമത്തെ റിബൺ എടുക്കുകയാണ്. അതും ഒരേ ലെങ്ത് ആണ് കേട്ടോ. ഈ ഒരു രണ്ട് റിബണും ഒരേ ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു റിബണിൻ്റെ അറ്റം ഇതുപോലെ ചെരിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡും നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു റിബൺ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു റിബണിൻ്റെ സൈഡും ഇതുപോലെ ബേൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു റിബൺ ഇതുപോലെ ക്രോസിന് വെച്ചിട്ട് നടുക്ക് ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു നൂല് വെച്ചിട്ട് നടുക്കിലങ്ങ് കെട്ടി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു രണ്ട് പാർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ഒരു നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു റിബൺ വെച്ചിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡ്സ് ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റി കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരൊറ്റ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞു ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എടുക്കേണ്ടി വരും. ഇവിടെ വലിയ ബീഡായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മതി. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളുടെ റിബൺ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ വർക്ക് വരുന്നത് ഇതിൽ അലിഗേറ്റർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു റിബണിൻ്റെ ബാക്കിലോട്ടായിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അത് ഒട്ടി പിടിക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗമ്മെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. റിബണിന് 1 മീറ്ററിന് 10 രൂപ വെച്ചിട്ട് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ബട്ടൺ ഹൗസിലും വാങ്ങാൻ കിട്ടും കേട്ടോ. 10 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ബീഡ്സ് എല്ലാം 10 ഗ്രാമിന് 10 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. മീഷോ ആപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് 150 എങ്ങാണ്ടാണ് അതിൽ റേറ്റ് വന്നിട്ട്. 50 ക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 50 ക്ലിപ്സ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ക്ലിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
പിന്നെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിയെടുക്കാം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കോൺഫിഡൻസും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേറെ തന്നെയാണ്. ഈ വാങ്ങുന്ന ക്ലിപ്പിന് അത്ര തന്നെ ഉണ്ടാവില്ല. പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കുന്ന ക്ലിപ്പാവുമ്പോൾ ഒന്നും കൂടിയും ഹാപ്പി ആയിരിക്കും. പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റിയൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. സാരിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും പട്ടുപാവാട, ധാവണി എല്ലാത്തിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.